നിങ്ങൾക്കറിയാം എന്ത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിനും എടുക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സ്വന്തമായിട്ട് പ്രോഡക്റ്റ് നിർമ്മിക്കുന്നില്ല, ജസ്റ്റ് പ്രോഡക്റ്റ് വാങ്ങിച്ച് വിൽക്കുന്നുള്ളൂ എന്നുള്ളത്. അവർക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണോ? അതല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് ഐറ്റംസ് എടുത്തിട്ട് ജസ്റ്റ് റീപാക്ക് ചെയ്യുന്നുള്ളൂ, ചെറുതായിട്ട് ഹോട്ടൽ നടത്തുന്നുള്ളൂ, ചെറുതായിട്ട് റെസ്റ്റോറന്റ് നടത്തുന്നുള്ളൂ, അവർക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണോ? തീർച്ചയായിട്ടും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ബിസിനസ് ചെയ്യുന്നവർക്കും ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നമ്മൾ അതിന് കോമൺ ആയിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാലും അതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്, എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ മാനുഫാക്ചറിങ് ആണെങ്കിൽ നമ്മൾ വ്യക്തമായി തന്നെ മാനുഫാക്ചറിങ് ആണ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നതെന്ന് നൽകേണ്ടതുണ്ട്. ഇനി നമ്മൾ പ്രോഡക്റ്റ് ജസ്റ്റ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിൽ റീറ്റെയിൽ ബിസിനസ് ആണ് ചെയ്യുന്നത്, ഇന്ന പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നത് എന്ന് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ഫുഡ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ശരിയായ രീതിയിലുള്ള ഡീറ്റെയിൽസ് നൽകി ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് അത്യാവശ്യം.